ക്രിസ്മസിന്റെ രാവുകൾ, ന്യൂ ഇയറിന്റെ രാവുകളിൽ അടിച്ച് പൊളിച്ച് രസിച്ച് രമിച്ച് കഴിഞ്ഞുകൂടിയവരല്ലേ? അവിശ്വാസികൾ ആഘോഷങ്ങൾ പോലെ നെഞ്ചിലേറ്റിക്കൊണ്ട് നടന്ന് രഹസ്യമായ പരസ്യമായ കൂത്താട് നടന്നതായ മുസ്ലിം ചെറുപ്പക്കാരാ, നിനക്കുള്ളതാണ് ലള എന്ന നരകമെന്ന് നരകം അല്ലാഹുവിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് പറയുകയാണ്. ആ നരകം വന്നുകൊണ്ട് നിന്നെ പിടിച്ച് കാർന്ന് തിന്നുകയാണ്. തദ്ഉ മൻ അദ്ബറ വതവല്ല, പുറകോട്ട് മാറി നരകത്തിന്റെ തീനാളങ്ങൾ കാണുമ്പോ, അതിൻ്റെതാകുന്ന തീപ്പൊരികൾ കാണുമ്പോ പേടിച്ചുകൊണ്ട് പുറകോട്ട് മാറി ഓടുന്നവനെ വലയം ചെയ്ത് ആ നരകം പിടിച്ചുകൊണ്ടവന്റെ മൂർധാവ് ചുട്ടെടുക്കുമേ. അങ്ങനെയുള്ള നരകമാണ് ലള എന്ന നരകമെന്ന് വിശുദ്ധമായ ഖുർആൻ. ആ നരകത്തിലേക്ക് എത്തിപ്പെടും. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ആര്? ഈ ദുന്യാവിൽ അക്രമവും അനീതിയും ചെയ്ത് അരാജകത്വം വാഴ്ത്തിക്കൊണ്ട് നിലകൊണ്ടവർ. നിസ്കാരമില്ല, ഖുർആനോത്തില്ല, ദിക്റില്ല, ഉറാദില്ല, ഒരു നന്മയില്ല, എല്ലാ അശ്ലീലതക്കും ചുവടുവെച്ചവനായി മുന്നോട്ട് പോകുന്നു എങ്കിൽ ആഖിറം നഷ്ടമാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ആമീൻ പറയുന്ന അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അത്തരത്തിലുള്ള ദുഷിച്ച പ്രവർത്തനങ്ങളിൽ നിന്ന് പരിപൂർണമായി മാറി ചിന്തിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങൾ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, യുബസ്സറൂനഹും, നാളെ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് എത്തുമ്പോ കത്തിച്ചൊരിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ നിർത്തി കത്തിയാളുന്ന നരകത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് വിചാരണ ചെയ്യുമ്പോ, നിനക്ക് ഈ ദുനിയാവിൽ ഏതെല്ലാം തെറ്റുകുറ്റങ്ങളിലേക്ക് വശംവദരായിട്ടുള്ള ആളുകളുണ്ടോ, നിന്നെ ഏതെല്ലാം തെറ്റിലേക്ക് കൊണ്ടുപോയിട്ടുള്ളതാകുന്ന ജനവിഭാഗങ്ങളുണ്ടോ, ആ കൂട്ടുകാരികള് നിന്നെ മുന്നിൽ കൊണ്ടുവന്ന് അല്ലാഹു നിർത്തി തരുകയാണ്. നിന്നെ കള്ളുകുടിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ച, നിന്നെ സിഗരറ്റ് വലിക്കാൻ വേണ്ടി നിന്നെ പ്രേരിപ്പിച്ച, നിനക്ക് കള്ളുകൂടി പഠിപ്പിച്ചു തന്ന, നിനക്ക് സിഗരറ്റ് എങ്ങനെ പിടിക്കണമെന്ന് പഠിപ്പിച്ചു തന്ന, ആദ്യമായി നിന്നെ തിയേറ്ററിലേക്ക് കൊണ്ടുപോയ, ആദ്യമായി നിനക്ക് അശ്ലീല ചുവയുള്ളതാകുന്ന സിനിമയുടെ സന്ദേശങ്ങൾ നിന്റെ മൊബൈൽ ഫോണിലേക്ക്, വാട്സാപ്പിലേക്ക് നിനക്ക് ഇട്ടു തന്നതായ, നിനക്കത് കാണിച്ചു തന്ന, നിന്നെ അശ്ലീലതയിലേക്ക് ചുവടുവെച്ചതാകുന്ന ആളുകളെയല്ല നാളെ അല്ലാഹു മഹ്ശറിൽ നേർക്ക് നേരെ കാണിക്കുകയാണ്. യുബസ്സറൂനഹും, ഓരോരുത്തരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ മുന്നിൽ കാണിക്കുമത്രേ. യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനീ. അന്ന് തെമ്മാടികളായ റൗഡികളായ മനുഷ്യർ, തെറ്റുകുറ്റങ്ങൾ കാരണമായി നരകത്തിന്റെ മുന്നിൽ അകപ്പെട്ടു പോയ മനുഷ്യൻ നരകത്തെ കൺമുന്നിൽ കാണുമ്പോൾ അവൻ വിലപിച്ചുകൊണ്ട് പറയും, അല്ലാ, എനിക്ക് പകരം എന്റെ മകനെ നീ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞുകൊള്ളുക. അല്ലാ, നരകത്തിൽ എന്നെ ഇടരുത് റബ്ബേ. ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനീ. എനിക്ക് പകരം എന്റെ പ്രിയപ്പെട്ട മകനെ, എന്റെ ചോരയുടെ നറുമണം മാറാത്തതാകുന്ന പ്രിയപ്പെട്ട പൊന്നുമോനെ, എനിക്ക് പകരം നരകത്തിലേക്ക് വലിച്ചെറിയാ ഞാൻ നൽകാം. അല്ലാ, എന്നെ നരകത്തിലേക്ക് ഇടരുത് അല്ലാ. ഏതാണ് ഈ മഹ്ശറ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ഓതിക്കൊണ്ട് തന്നെ പറയുകയാണ്, വലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖറാ. ഒരാളും മറ്റൊരാളുടെ പാപഭാരങ്ങൾ ഏറ്റെടുക്കാൻ തുനിയാത്ത തരമാണ് മഹ്ശറ എന്നുള്ളത് എന്ന് വിശുദ്ധമായ ഖുർആൻ. ഈ ദുനിയാവിൽ നീ ആളെ കൊന്നു, ഒരാളെ നീ അകാരണമായിട്ടോ കാരണമായിട്ടോ കൊന്നുകളഞ്ഞു, നിനക്ക് പകരം ജയിലിൽ പോകാൻ സമ്പത്ത് കൊടുത്താൽ ആളുകളുണ്ടാകുന്ന നരകത്തിൽ നരകതുല്യമാകുന്ന ജയിലിൽ പോയി വസിക്കുവാൻ ആളുകൾ തയ്യാറാണ്. 8 വർഷം 12 വർഷം ജയിലിൽ കിടക്കാൻ ഞാൻ റെഡിയാണ്. ജീവപര്യന്തമല്ലേ കിട്ടുകയുള്ളൂ, ഞാൻ പോകാൻ റെഡിയാണ്. എന്റെ കുടുംബത്തെ ഇത്ര രൂപ കൊടുത്തുകൊണ്ട് പോറ്റണേ, ഞാൻ ജയിലിൽ ഇറങ്ങി വരുമ്പോ എനിക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഏറ്റെടുക്കണേ എന്ന് പറഞ്ഞാൽ ആളുകൾ നിനക്ക് ജാമ്യം നിൽക്കാൻ റെഡിയാണ്. നിനക്ക് പകരം ഇതാ ജയിലിൽ പോയി കടക്കാൻ റെഡിയാണ്. എന്നാൽ നാളെ അല്ലാഹുവിന്റെ ദർബാറിൽ കത്തിച്ചൊലിക്കുന്ന നരകത്തെ നേർക്ക് നേരെ കാണുമ്പോ 3000 വർഷം നിരന്തരമായി കത്തിക്കപ്പെട്ടുകൊണ്ട് കറുകറുത്തതാകുന്ന നരകത്തിന്റെ തീനാളങ്ങൾ നേർക്ക് നേരെ കാണുമ്പോ, വലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖറാ,
ഒരാൾ മറ്റൊരാളുടെ പാപഭാരങ്ങൾ ഏറ്റെടുത്തു കൊണ്ടുപോകാൻ ഒരാൾ തയ്യാറല്ല. എല്ലാവരും മാറി നിൽക്കുകയാണ്. ഒരു കൂട്ടുകാരൻ പോലും നിനക്ക് തുണ വരാത്ത സ്ഥലമാണ് മഹ്ശറ. ഈ ദുനിയാവിൽ നിനക്ക് വേണ്ടി രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഏത് സമയത്തും നീ വിളിച്ചാലും നിനക്ക് വേണ്ടി വീടിന് പുറത്തിറങ്ങി വരുന്ന ചങ്കുണ്ടാകും, ചങ്കത്തികൾ ഉണ്ടാകും, കൂട്ടുകാരുണ്ടാകും. ഒരാൾ പോലും നാളെ നിനക്ക് തുണ വരില്ല കേട്ടോ. വലാ യസ്അലു ഹമീമുൻ ഹമീമാ. ഒരു കൂട്ടുകാരൻ പോലും നിനക്ക് തുണ വരാത്ത സ്ഥലമാണ് മഹ്ശറ. അന്ന് മഹ്ശറയിലേക്ക് നീ ചെന്നു നിൽക്കുമ്പോ നിന്റെ കൺമുന്നിൽ നിന്റെ കൂട്ടുകാരായി നിന്നെ തെറ്റിലേക്ക് കൊണ്ടുപോയിട്ടുള്ളതാകുന്ന നിന്റെ സ്നേഹഭാചനങ്ങളെ സഹോദരങ്ങളെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തുകയാണ്. അവരെ കൺമുന്നിൽ കാണുമ്പോൾ തന്നെ ഇവൻ വിളിച്ചു പറയും, അല്ലാ എനിക്ക് പകരം ഞാനാണ് വേണമെങ്കിലും തരാമല്ലാ. ലൗ യഫ്തദീ മിൻ അദാബി യൗമഇദിൻ ബിബനീ. എനിക്ക് പകരം എന്റെ പ്രിയപ്പെട്ട മകനെ നരകത്തിലേക്ക് വലിച്ചെറിയാൻ ഞാൻ നൽകാമല്ലാ. വസാഹിബതിഹി വഅഖീ. എന്റെ പ്രിയപ്പെട്ടതാകുന്ന സഹോദരനെ, എന്റെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യയെ, ഇന്നലെ വരെ കൂടെ കടന്നുകൊണ്ട് ചുംബനം നൽകിയ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യയെ എനിക്ക് പകരം നരകത്തിലെറിയാൻ നൽകാൻ ഞാൻ റെഡിയാണ് അല്ലാ. എന്റെ കൂടപ്പിറപ്പുകളെ, എന്റെ സ്വന്തം സഹോദരങ്ങളെ ഞാൻ നിനക്ക് വേണ്ടി നരകത്തിലേക്ക് നൽകാമല്ലാ. എന്നെ ഒന്ന് നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി തരുമോ അല്ലാ? അല്ല പറയുന്നു, തർമീ ബിശറരിൻ കൽ ഖസ്ർ. കൊട്ടാര സമാനമായിട്ട് വലിയ തീപ്പൊരികളാണ് നരകത്തിന്റെ പുറത്തേക്ക് തെറിച്ചു വീഴുന്നത്. ഇത് കണ്ടുകൊണ്ട് നരകത്തിന്റെ പരിസരത്ത് നിൽക്കുന്നതായ ആളുകൾ കത്തിച്ചൊലിക്കുന്ന നരകത്തെ നേർക്കുനേരെ കണ്ടുകൊണ്ട് നിലകൊള്ളുന്ന ജനസഹസ്രങ്ങള് പേടിക്കുകയാണ്. വുജൂഹുൻ യൗമഇദിൻ നാദിറാ ഇലാ റബ്ബിഹാ നാദിറാ വവുജൂഹുൻ യൗമഇദിൻ ബാസിറാ തظن أن يفعل بها فاقرا. വലിയൊരു വിപത്ത് തന്നിലേക്ക് കടന്നു വരുന്നു എന്ന് ഓരോരുത്തരും കൃത്യമായി നേർക്ക് നേരെ നരകത്തെ കണ്ടുകൊണ്ട് മനസ്സിലാക്കുകയാണ്. ആ സമയത്ത് തമ്മാടികളാകുന്ന മനുഷ്യൻ അല്ലാഹുവിനോട് വിളിച്ചു പറയും, അല്ലാ ഈ നരകത്തെ തൊട്ട് എന്നെ നീ കാക്കണേ അല്ലാ. എന്റെ ഭാര്യയെ നിനക്ക് നൽകാം, എന്റെ പ്രിയപ്പെട്ട മകനെ നിനക്ക് നൽകാം, എന്റെ സഹോദരനെ നിനക്ക് നൽകാം അല്ലാ. തീർന്നില്ലവൻ വീണ്ടും വിളിച്ചു പറയുകയാണ്, എനിക്ക് അഭയം നൽകി എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, എന്റെ പ്രിയപ്പെട്ടതാകുന്ന വാപ്പ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ. ഏത് പാതിരാത്രി സമയത്ത് ഞാൻ പോയി വിളിച്ചാൽ കഥകൾ തുറന്നുകൊണ്ട് മോനെ വല്ലതും കഴിച്ചോ എന്ന് ചോദിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മയുണ്ട്. എനിക്ക് വേണ്ടി രാപ്പുകൾ അധ്വാനിച്ചുകൊണ്ട് നിലകൊള്ളുന്ന പാടത്തും പറമ്പത്തും പട്ടിണി കിടന്നുകൊണ്ട് പണിയെടുക്കുന്ന പ്രിയപ്പെട്ട വാപ്പയുണ്ട്. ആ വാപ്പയെ എനിക്ക് വേണ്ടി പകരം നൽകാമല്ലാ. ومن في الأرض جميعا ثم ينجي. ലോകത്ത് ആരെ വേണമെങ്കിലും നീ ചോദിച്ചുകൊള്ളു അല്ലാ. ആരെ വേണമെങ്കിലും എനിക്ക് പകരമായി നരകത്തിലേക്ക് എറിയാൻ ഞാൻ നൽകാമല്ലാ. എന്നാലും എന്നെ ഒന്ന് നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തി തരുമോ എന്ന് ഓരോ തമ്മാടുകൾ റൗഡികളുമായി ദുനിയാവിൽ ജീവിച്ച മനുഷ്യര് നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ വെച്ചുകൊണ്ട് പറയുമ്പോ അല്ല ആ തമ്മാടിയോട് പറയുമത്രേ, കല്ലാ കല്ലാ ഇന്നഹാ ലവാ. വേണ്ടടാ, ആ കാണുന്നത് ലവാ എന്ന് പറയുന്ന നരകമാണ്. ഈ ദുനിയാവിൽ കളിച്ച് രസിച്ച് നടന്നവരല്ലേ. എത്രയെത്ര ഉസ്താദുമാരെയാണ് ആണ്ട് നേർച്ചയോടനുബന്ധിച്ചുകൊണ്ട് നിന്റെ മഹല്ലത്തിൽ കൊണ്ടുവന്ന് വാത് പറയിച്ചിട്ടുള്ളത്. അവരുടെ വാതുകൾ കേട്ടുകൊണ്ട് ഖുർആനിന്റെ ആയാത്തുകളെ തൃണവൽഗണിച്ചവരല്ലേ. കളിച്ചും രസിച്ചും നടന്നവരല്ലേ. തലവേദനയാണ്, കൈവേദനയാണ്, ഹോംവർക്ക് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എത്രയോ മക്കൾ വീട്ടിലിരുന്നു. അവരുടെ വാക്കുകൾ കേട്ടുകൊണ്ട് അവർക്ക് പരിപൂർണമായി ഒത്താശ ചെയ്തു
കൊടുത്തതായ രക്ഷിതാക്കളല്ലേ? മക്കളെ സിനിമയുടെ ലോകത്തേക്ക് കൈകടത്തി വിട്ടവരല്ലേ? റിയാലിറ്റി ഷോകളിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് എന്റെ മകൻ കപ്പടിക്കുന്നത് കാണണമെന്ന് ആഗ്രഹത്താ നിലകൊണ്ടതായ മക്കളല്ലേ? മക്കൾ ലെസ്ബിയൻ കപ്പിൾസിലേക്ക് പോകുന്നത് കണ്ടിട്ട് പോലും, യുക്തിവാദത്തിന്റെ വചനങ്ങൾ പറയുന്നത് കണ്ടിട്ട് പോലും അതിനെ നിസാരവൽക്കരിച്ചുകൊണ്ട് നിലകൊണ്ടതായ രക്ഷിതാക്കളല്ലേ, സഹോദരങ്ങളല്ലേ? ഖുർആനില്ലാത്ത, ദിക്റില്ലാത്ത, നമസ്കാരമില്ലാത്ത, നോമ്പില്ലാത്ത, ഇബാദത്തില്ലാത്ത, തഖ്വയില്ലാത്ത, റമദാൻ വന്നിട്ട് പോലും മതത്തിന്റെ ചിഹ്നങ്ങളെ പരിപൂർണമായി ശ്രദ്ധിക്കാതെ കാറ്റിൽ പറത്തിക്കൊണ്ട് നിലകൊണ്ടതാകുന്ന സമൂഹമല്ലേ? ആ കാണുന്നത് ലള എന്ന നരകമാണ്, നരകമാണ്. ഇനി നിനക്കൊരു തിരിച്ചു പോക്കില്ല കേട്ടോ പെങ്ങളെ, ഇനി നിനക്ക് ദുനിയാവിലേക്കൊരു മടക്കമില്ല. ഈ ലള എന്ന് പറയുന്ന നരകത്തിന്റെ പ്രത്യേകത എന്തെന്നറിയുമോ? അല്ലാഹ് പറയുന്നു നസാഅതൻ ലിശവാ. ഈ ദുനിയാവിൽ അറബിക്ക് ഫുഡുകൾ എവിടെ കിട്ടുമെന്ന് കരുതി മൊബൈലിൽ യൂട്യൂബ് ഓൺ ചെയ്തുകൊണ്ട് അറബിക്ക് ഫുഡുകളുടെ ഏതെല്ലാം ചാനലുകളുണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഏതെല്ലാം ഹോട്ടലുകൾ ഉദ്ഘാടിക്കാൻ ഓടി നടക്കുന്ന മുസ്ലിമീങ്ങളില്ലയോ? എവിടെയൊക്കെ പുതിയ ഹോട്ടലുകൾ തുടങ്ങുന്നു, ഏതെല്ലാം പുതിയതാകുന്ന ഭക്ഷണത്തിന്റെ തടികൾ വിരിക്കുന്നു, അവിടെയൊക്കെ ഓടി നടന്നുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചതായ പ്രിയപ്പെട്ട വാപ്പ, ശവായ എന്ന വാക്ക് പഠിച്ചു വെച്ചിട്ടുള്ളവരല്ലേ? എവിടുന്നാണ് ഈ ശവായ എന്ന വാക്ക് വന്നതെന്നറിയുമോ? നരകത്തെ പരിചയപ്പെടുത്തിയ സ്ഥലമാണ്. അല്ലാഹ് ഖുർആനിൽ പറഞ്ഞതാണ് നിന്നെ കുടുമിക്ക് പിടിച്ചുകൊണ്ട് നിന്റെ തലച്ചോറ് അല്ലാഹു ചുട്ടെടുക്കുകയാണ്. നരകത്തിന്റെ ചൂടാണ്. ലള എന്ന് പറയുന്ന നരകത്തിന്റെ തീനാളം വന്നുകൊണ്ട് വിഴുങ്ങുന്നത് നിന്റെ മൂർധാവിനെയാണ്. നിന്റെ മൂർധാവിൽ വന്നുകൊണ്ട് പിടിക്കുകയാണ്. നിന്റെ തലച്ചോറ് അല്ലാഹു ചുട്ടെടുക്കുകയാണ്. അതല്ലാഹു സുബ്ഹാനഹു വ തആല ശവായാക്കുകയാണ്. തദ്ഉ മൻ അദ്ബറ വതവല്ല. ഈ ദുനിയാവിൽ പടച്ചറപ്പിന്റെ ഖുർആന്റെ വചനങ്ങളെ തൃണവൽഗണിച്ചുകൊണ്ട് പുറത്തേക്ക് പിന്തിരിഞ്ഞ മനുഷ്യരല്ലേ? ഖുർആനിന്റെ വാക്കുകളെ കേൾക്കാതെ കള്ളുകുടിച്ചുകൊണ്ട്, വ്യഭിചരിച്ചുകൊണ്ട്, സിനിമ കണ്ടുകൊണ്ട്, സീരിയൽ ദർശിച്ചുകൊണ്ട്, കൂട്ടുകാരും ഒന്നിച്ചുകൊണ്ട്, പന്ത് കളിച്ചുകൊണ്ട്, രഹസ്യമായും പരസ്യമായും അനാശാസ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടുകൊണ്ട് നിലകൊണ്ട മനുഷ്യരല്ലേ? ക്രിസ്മസിന്റെ രാവുകൾ, ന്യൂ ഇയറിന്റെ രാവുകളിൽ അടിച്ച് പൊളിച്ച് രസിച്ച് രമിച്ച് കഴിഞ്ഞുകൂടിയവരല്ലേ? അവിശ്വാസികൾ ആഘോഷങ്ങൾ പോലെ നെഞ്ചിലേറ്റിക്കൊണ്ട് നടന്ന് രഹസ്യമായും പരസ്യമായും കൂത്താട് നടന്നതായ മുസ്ലിം ചെറുപ്പക്കാരാ, നിനക്കുള്ളതാണ് ലള എന്ന നരകമെന്ന് നരകം അല്ലാഹുവിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് പറയുകയാണ്. ആ നരകം വന്നുകൊണ്ട് നിന്നെ പിടിച്ച് കാർന്ന് തിന്നുകയാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും തിരിച്ചു വരുന്നു. നല്ല മാസം, നല്ല സമയം, നല്ല സന്ദർഭം. ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും ഏറ്റുപറഞ്ഞ് വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കി, വീടിന്റെ അകം, വീടിന്റെ പുറം പരിസരങ്ങളൊക്കെ ക്ലീൻ ചെയ്ത്, നിസ്കാരങ്ങൾ ചിട്ടവെച്ച്, കഴിഞ്ഞ റമദാനിൽ വീട്ടാനുള്ള നോമ്പുകളൊക്കെ നോറ്റുവീട്ടി, സാധുക്കളെയൊക്കെ സഹായിച്ച്, ഖുർആൻ ഓതി, ദിക്ർ ചൊല്ലി, ഇസ്തിഗ്ഫാർ ചൊല്ലി, തൗബ ചെയ്തുകൊണ്ട് അല്ലാഹുവിലേക്ക് മടങ്ങൻ. അല്ലാഹു നല്ല രീതിയിൽ പാപം പുറത്ത് റമദാനിനെ വരവേൽക്കുന്ന യഥാർത്ഥ സാലിഹീങ്ങളിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. എങ്കിലേ വിജയിക്കുള്ളൂ. അല്ല വെറുതെ ഇങ്ങനെ കുറെ ഫുഡൊക്കെ അടിച്ച് സെറ്റായിട്ട് ഇങ്ങനെ നടന്ന് വെറുതെ കളിച്ചും രസിച്ചൊക്കെ റമദാൻ വരുന്നു, അപ്പോൾ കുറെ ഫുഡ് നല്ല പത്തിരി ഇറച്ചിയൊക്കെ ഉണ്ടാക്കി, കോഫി, ചായ, ഇടിയപ്പം, പൊറോട്ടി, പത്തിരി, അപ്പം, ദോശ, ഇറച്ചി, മുട്ടറോസ്, കിഴങ്ങരി, കേക്ക്, മുറുക്ക്, അച്ചപ്പൻ, നെയ്യപ്പം, സൂകിയൻ, ബോളിയോ, അപ്പടബോളി എല്ലാം അടിച്ച് ഫിറ്റായി സെറ്റ്. റമദാൻ കഴിഞ്ഞു. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. അതുകൊണ്ട് ശരിക്കും മനസ്സിലായിക്കോ, റമദാനിനെ വരവേൽക്കേണ്ടത് ഇങ്ങനെയാണ്. ശരിക്കും നല്ലതുപോലെ തൗബ ചെയ്ത് നല്ല റാഹത്തായിട്ട് റമദാനെ വരവേൽക്കണം. അതിനുള്ള മാസമാണ് റജബുൽ ഷഹ്റുൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാറിന്റെ മാസം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം ശരിക്കും അധികരിപ്പിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. വശഅബാനു അസ്സലാത്തു അലൻ നബിയിൽ മുഖ്താർ. ശഅബാൻ മാസത്തിലാണ് പവിത്രമാക്കപ്പെട്ട സ്വലാത്തിന്റെ ആയത്തിറങ്ങിയത്. അതുകൊണ്ട് തന്നെ സ്വലാത്ത് ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ട, മറ്റു മാസങ്ങളിലും ദിവസങ്ങളിലും ചെല്ലണ്ട എന്നല്ല, ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ട. വശഅബാനു ശഹ്രി, ശഅബാൻ എന്റെ മാസമാണെന്ന് പ്രവാചകൻ പരിചയപ്പെടുത്തിയ ശ്രേഷ്ഠമാക്കപ്പെട്ട ആ മാസത്തിൽ സ്വലാത്ത് ധാരാളമായി അധികരിപ്പിച്ചു ചെല്ലേണ്ട മാസമാണ് ശഅബാൻ. റമദാൻ ഷഹ്റു ഉമ്മത്തി, ഉമ്മത്തിന്റെ മാസം.
ഷഹ്റു തിലാവ, ഖുർആൻ പാരായണത്തിന്റെ മാസം. മറ്റു മാസങ്ങളിൽ ഓതണ്ട എന്നല്ല, പക്ഷേ ഖുർആൻ ആ മാസത്തിലെ അവസാനത്തെ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്നതാകുന്ന രാവിലാണ് പുണ്യമാക്കപ്പെട്ട ലൈലത്തുൽ ഖദറാണ് ഖുർആൻ അവതീർണമായത്. അതുകൊണ്ട് തന്നെ ഷഹ്റു തിലാവ, ധാരാളം പ്രാവശ്യം ഖുർആൻ ഓതണ്ട, ഖത്മ് തീർക്കേണ്ട മാസമാണ് പരിശുദ്ധമായ റമദാൻ മാസം. അതിനുവേണ്ടി നമ്മൾ ഇപ്പോഴേ റെഡിയാവണം. ഇപ്പോഴേ ഖുർആനൊക്കെ എടുക്കണം. യാസീൻ ഓതണം, സൂറത്തുൽ മുൽക്ക് വരട്ടെ, സൂറത്തുൽ സജദ വരട്ടെ, സൂറത്തുൽ റഹ്മാൻ വരട്ടെ, സൂറത്തുൽ വാഖിഅ വരട്ടെ. പൊടി തട്ടിയെടുക്കൻ ഖുർആൻ നല്ലതുപോലെ ഓതി. ഖുർആൻ എടുത്താൽ ഏറ്റവും കൂടുതൽ മുഷിഞ്ഞ ഭാഗം ഏത്? നമ്മുടെ വീട്ടിലെ മുസഹഫിലെ. അതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഓതിയിട്ടുള്ള ഭാഗം. ഖുർആൻ എടുത്താൽ ഏറ്റവും കൂടുതൽ മുഷിഞ്ഞ ഭാഗം ഏതാത്? യാസീന്റെ ഭാഗം. യാസീൻ കണ്ടിട്ടില്ല? അതിന്റെ കുത്തുവിട്ട് അതിൻ്റെ തൊട്ട് ഏറ്റവും നല്ല കൈ വെച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ നല്ല കളറാണ്, സെറ്റായിട്ടുണ്ട്. എന്റെ കൈയുടെ കളർ അതിനകത്ത് വന്നിട്ടുണ്ട്. ആ കളർ നല്ല കറുത്തിരണ്ടിരിക്കുകയാണ്. കാരണം എന്താണ്? എപ്പോഴും എടുക്കുന്നതുകൊണ്ടാണ്. കറാത്ത് മറാത്ത് എടുക്കുന്നുണ്ട്. ബാക്കിയുള്ളതൊക്കെ നല്ല ഫ്രഷാണ്. അള്ളാഹ് തൂവല് വെച്ച പോലെ ഉണ്ട്, തുറന്നിട്ടില്ല. അപ്പൊ അതോട്ടൊന്ന് നോക്കിയിട്ട് പോലും മറ്റൊന്നും തുറന്നിട്ടില്ല. എല്ലാ ഭാഗങ്ങളും ഒരേപോലെ ആണെങ്കിൽ മനസ്സിലാക്കോ, ഇയാൾ നല്ല റാഹത്തായിട്ട് ഖുർആൻ നല്ല ഓതുന്ന മനുഷ്യനാണ്. അള്ളാഹു നമുക്ക് അങ്ങനെ ഓതാൻ തൗഫീഖ് തരട്ടെ. നമുക്കൊക്കെ ഒരു മുസാഫ് വേണം സ്വന്തമായി, 30 ജുസുവിന്റെ അവനവന് സ്വന്തം മുസാഫ്. എന്റെ മുസാഫ് എന്ന് പറയാൻ, ആ മുസാഫ് നിനക്ക് ശുപാർശകനായി ഖബറിൽ വരും, മഹ്ശറിൽ വരും, ഉറപ്പാണ്. നിനക്ക് തുണയായി വരും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാ ദിവസവും ഒരു പേജെങ്കിലും ഓതുന്ന ഒരു ശീലം തുടങ്ങി വെക്കിൻ സഹോദരങ്ങൾ. ഇൻഷാ അല്ലാഹ് റമദാൻ ആവുമ്പോൾ അതൊക്കെ മാറ്റം വരും. ഇപ്പോഴേ തുടങ്ങണത്. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഒരു പേജെങ്കിലും ഓടുത്ത് വന്ന് കിബിലക്കവുമായിട്ടിരുന്നിട്ട് ഒരു പേജെങ്കിലും ഓതുന്ന ഒരു ശീലം. അങ്ങനെ ഒന്ന് ഓതിയിട്ട് എന്ന് കടന്നു നോക്കി എത്ര റാഹത്തുള്ള ഉറക്കാണ്. ആ ഉറക്കിൽ നീ മരണപ്പെട്ടാലും നിനക്ക് സന്തോഷം. അതിന് ആരുടെ പ്രചോദനമൊന്നും വേണ്ട. ഭാര്യ വരേണ്ട, മക്കൾ വരേണ്ടൊന്നും പറയണ്ട. എത്രയോ ചെറുപ്പക്കാരൊക്കെ അങ്ങനെയുണ്ട്. ചില കുട്ടികളെ കണ്ടിട്ടില്ലേ? ഈ അടുത്തൊരു റീൽസ് ഒരു ചെറുപ്പക്കാരൻ കാണിച്ചു തന്നു. ആ റീൽസിനകത്തുണ്ട് ഒരു പിള്ളേര് വന്നിട്ട് ഒരുത്തൻ എന്ത് ചെയ്യാണ്, അവന് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് റൂമിൽ കയറിയിട്ട് പടക്കം പൊട്ടിക്കാണ്. അപ്പൊ അവൻ നിസ്കരിച്ചോണ്ടിരിക്കുക. അവന്റെ നിസ്കാരത്തിലാണ്. ആ ചെറുപ്പക്കാരൻ നിസ്കരിക്കാൻ രാത്രി 12 മണിയാകുമ്പോൾ അവന്റെ റൂമിൽ കയറിയിട്ട് പടക്കം പൊട്ടിച്ച് ഭയങ്കരമായിട്ട് അവനെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാവുന്ന, പ്രശംസിക്കാവുന്ന, അവനെ ഒന്ന് ഞെട്ടിക്കാമെന്ന് കരുതി റൂമിൽ ചെന്ന് പെട്ടെന്ന് ലൈറ്റ് ഇട്ടപ്പോൾ അവനാ ഇരുട്ടത്ത് സുജൂദിൽ കിടക്കാണ് ചെറുപ്പക്കാരൻ. അങ്ങനത്തെ ചെറുപ്പക്കാരുണ്ട്. നമസ്കാരമുള്ള ആളുകളുണ്ട്. ആരോരും അറിയാതെ രഹസ്യമായി ഖുർആൻ ഓതുന്ന, ദിക്ർ ചെല്ലുന്ന നല്ല സ്വാലിഹീങ്ങളായ മക്കൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങൾ ചേർക്കട്ടെ. കള്ളുകുടിക്കുന്ന, സിനിമ കാണുന്ന, സീരിയൽ ദർശിക്കുന്ന എല്ലാ മക്കളെ അങ്ങനെ മാറ്റി നിർത്താൻ വിശുദ്ധ ഇസ്ലാം പറഞ്ഞിട്ടില്ല. അവരെയൊക്കെ ചേർത്ത് നിർത്തുകയാണ് നമ്മൾ. റമദാൻ വരികയാണ് മക്കളെ. നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടുള്ള തെറ്റുകളൊക്കെ അള്ളാഹു പുറത്തു തരും. വരിൻ, അള്ളാഹുവിലേക്ക് അടുക്കിൻ. വലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ ആരും നിരാശ മുറിയരുത്. വരിക മക്കളെ, അള്ളാഹുവിലേക്ക് തൗബ ചെയ്യും. അള്ളാഹു നിങ്ങളുടെ പാപം പുറത്തു തരും. നീ കള്ളു കുടിക്കുന്നവനാൻ, നീ മോശപ്പെട്ടവൻ, മാറിക്കല്ല, നിനക്ക് നരകം ഉറപ്പാൻ. അള്ളാഹ് നിന്നെ പിടിച്ചിരിക്കും. നിനക്കുള്ളതാണില്ല അള്ളാഹ്. നാളെ പോലെ പിള്ളേർ അങ്ങോട്ട് പറയുന്നുള്ളൂ, നിനക്കുള്ളതാണ് സഖർ എന്ന് പറഞ്ഞ് അവനെ നരകത്തിന്റെ അടിത്തട്ടിലേക്ക് എഴുതി വിടുകയല്ല, അവരെ ചേർത്ത് നിർത്തണം. അല്ലാഹു പറയുന്നു, അല്ലയോ സത്യവിശ്വാസികളെ, ഇന്ന മിൻ അസ്വാജിക്കും വഔലാദിക്കും അദുവല്ലക്കും. നിങ്ങളുടെ ചില ഭാര്യമാരിലും നിങ്ങളുടെ ചില മക്കളിലും നിങ്ങൾക്ക് എതിരുള്ള ശത്രുക്കളാകുന്ന ആളുകളുണ്ട്. നാളെ മഹ്ശറിൽ നിങ്ങൾക്ക് എതിര് വരും. ഈ വാപ്പ ഖുർആൻ പഠിപ്പിച്ചിട്ടില്ല, നിസ്കാരം പഠിപ്പിച്ചിട്ടില്ല എന്ന് പറയുന്ന മക്കൾ ചിലപ്പോൾ നിങ്ങൾക്ക് എതിരുണ്ടാകാം. അതുകൊണ്ട് അവരെ പ്രയാസപ്പെടുത്തരുത്. അതുകൊണ്ട് നിങ്ങൾ മക്കളുടെ വിഷയത്തിലും ഭാര്യമാരുടെ വിഷയത്തിലും ഒക്കെ നല്ലതുപോലെ ജാഗ്രത പുലർത്തരെ. അവർക്ക് ഈമാനിന്റെ പ്രഭ വരുന്ന സർവ്വ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കും. എന്നിട്ട് അല്ലാഹു പറയുന്നു, അവർക്ക് നീ മാപ്പ് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ, തെറ്റ് ചെയ്തതാകുന്ന മകൻ, തെറ്റ് ചെയ്തതാകുന്ന കുടുംബം, അവരുടെ തെറ്റുകൾ മനസ്സിലാക്കിക്കൊണ്ട് അവരെ മാറ്റി നിർത്തല്ല, അവരെ ചേർത്ത് നിർത്തണം. അവരെ അകറ്റി നിർത്തല്ല. 100 പേരെ കൊന്ന വ്യക്തിക്കും തൗബയുണ്ടെന്ന് പഠിപ്പിച്ചു പരിശുദ്ധ ഇസ്ലാം. അള്ളാഹുവിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചെയ്യാൻ നീ തയ്യാറായാൽ, പാപമോചനം തേടിക്കൊണ്ട് പടച്ചറബിലേക്ക് നീ നിലകൊണ്ടാൽ, അള്ളാഹു പാപം പുറത്തു തരുന്നവരും കരുണ ചെയ്യുന്നവരുമാണ്. അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഖുർആനിലെ 114 സൂക്തങ്ങളിലെ 113 സൂക്തങ്ങളും അള്ളാഹു തുടങ്ങിയത് അള്ളാഹു ആരാണെന്ന് പറഞ്ഞിട്ടാണ്. ബിസ്മില്ലാഹി അർ റഹ്മാൻ അർ റഹീം. കരുണാമയനും കരുണാവാരിധിയുമാണ് അള്ളാഹു. 99 വിശേഷണ നാമങ്ങളുള്ള അള്ളാഹു ഒരു സൂറത്തിൽ പോലും
അർ-റഹ്മാനിനോടൊപ്പം ചേർത്ത് അർ-റഹ്മാനിൽ ഗഫൂർ, അർ-റഹ്മാനിൽ വദൂദ്, അർ-റഹ്മാൻ ദുൽ ജലാലി വൽ ഇക്റാം പറഞ്ഞില്ല. അർ-റഹ്മാൻ അർ-റഹീം, അർ-റഹ്മാൻ അർ-റഹീം, അർ-റഹ്മാൻ അർ-റഹീം. ഖുർആൻ എവിടെ തുറന്നാലും ഏത് സൂക്തം ആരംഭിച്ചാലും ഓരോരുത്തരുടെയും ഹൃദയത്തിൽ പതിയണം, അല്ലാഹു കരുണാമയനാണ്, കാരുണ്യവാനാണ്, അവനെല്ലാം പുറത്തു വരും. അതുകൊണ്ട് പടച്ചറബിലേക്ക് ശരിക്കും ഹുബൈദോ, ഞാൻ വലിയ പാപിയാണ്, കൊടിയ പാപിയാണ്, എന്റെ പാപ അള്ളാഹു പുറത്തിരുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കരുത്, തൗബ പിന്തിപ്പിക്കുകയും ചെയ്യരുത്. എത്രയും വേഗം അള്ളാഹുലേക്ക് തൗബ ചെയ്യണം. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ, ഈ സദസ്സ് നിദാനമാക്കുമാറാവട്ടെ. കരുനാക്കാടുള്ള മുഴുവൻ സഹോദരങ്ങളെയും അള്ളാഹു സ്വീകരിക്കട്ടെ. ഈ സദസ്സിൽ വന്ന് ചേർന്നിട്ടുള്ള മുഴുവൻ ഉമ്മമാരെയും സഹോദരിമാരെയും അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മക്കാമിൽ അന്ത്യവിശ്രമം ചെയ്യുന്നത് വലിയ സൂഫി വ്യക്തിത്വമാണ്. അള്ളാഹു അടുത്ത ദറജ ഉയർത്തുമാറാവട്ടെ. അവരുടെ ഹദ്റത്തിലേക്ക് നൂറുകണക്കിന് ആളുകൾ ദിനേന വന്ന് അവരുടെ മുറാദുകൾ ഹാസിലായ സംഭവങ്ങൾ എന്നിലേറെ നിങ്ങൾക്ക് തന്നെ കൃത്യമായി അറിയാം. അവരുടെ കറാമത്തുകൾ പ്രകടമായതാണ്. വിലായത്തിന്റെ തലം തീർത്തതാകുന്ന മഹത്തുക്കളാണ്. അവരെ സ്നേഹിക്കുന്നവരെ അള്ളാഹു സ്നേഹിക്കും ഉറപ്പാണ്. അവരോട് ശത്രുത വെക്കുന്നവരുടെ അള്ളാഹു യുദ്ധപ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ഹദീസിൽ കാണാം, ഖുദ്സിയായ ഹദീസ്. അതുകൊണ്ട് തന്നെ ആ മഖാമ് പുനരുദ്ധരിക്കൽ വളരെ അനിവാര്യമായ ഘട്ടത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അള്ളാഹു പൂർത്തീകരിക്കാൻ തൗഫീഖ് നൽകട്ടെ. നമുക്കൊരു 8 ലക്ഷം രൂപയോളം അതിന് ചെലവ് വരും എന്ന് പരിപാലകർ അറിയിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞ് ഒന്ന് തുടങ്ങി വെക്കുന്ന വ്യക്തിയാരാണ്. 10,000 രൂപ പറഞ്ഞ് ആദ്യമായി ഈ സദസ്സിൽ ഇൻഷാ അല്ലാഹ് മഹാനുഭാവന്റെ പൊരുത്തം കാംക്ഷിച്ചുകൊണ്ട് ഈ സദസ്സിൽ നല്ല നിയ്യത്തോടുകൂടി എനിക്ക് മഹത്തുക്കളോടൊപ്പം സ്വർഗത്തിൽ എത്തണമെന്നുള്ളതാകുന്ന താല്പര്യത്തോടുകൂടി അവരുടെ മദത് കാംക്ഷിച്ചുകൊണ്ട് ആദ്യമായി സദസ്സിൽ പറയുന്ന ഏതൊരു സഹോദരനുണ്ട്, സഹോദരിയുണ്ട്, അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നല്ല നിയ്യത്തിൽ പറഞ്ഞോളി, അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഒരു സലാത്ത് ജൂദുമൻ ജാദൽ വജൂദ വജൂദുഹു ജാദൽ ജവാ ജമഅ വഫർഖൻ ബഅദ ജമഇൽ ജമഇ ലിരിജാലി ജാൽ ലാ ഇലാഹ ഇല്ലല്ലാഹു. അള്ളാഹു ഏതൊരു സഹോദരനാണോ ആദ്യമായി സദസ്സിൽ തന്നെ പറയുന്നത്, അൽഹംദുലില്ലാഹ്, അവിടെ അവരുടെ ജീവിതത്തിൽ നീ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്, റിസ്ഖ് വിശാലമാക്കണേ അല്ലാഹ്. അദ്ദേഹത്തിന്റെ പേരറിയാം, അവിടെ പുറകിൽ നിങ്ങൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ നോക്കിയാൽ അങ്ങനെ കാണും. ഒരാളെ കൊണ്ട് ഇറങ്ങിക്കുക, ആരാ അമ്മ നിങ്ങൾ കഴുത്തേലൊക്കെ തൂക്കിയിട്ടാണ് എനിക്ക് അങ്ങോട്ട് പോടാൻ വേണ്ടി എങ്ങനെ നിൽക്കുക കാര്യമായിട്ട്. വേണ്ട ടൈ കെട്ടി കുറേ എണ്ണം ഉണ്ട്, ഒരുത്തനെ കാണുന്നില്ലെന്നോ. വേട്ട ഇറങ്ങിക്ക്, ബിസ്മില്ലാ, നടുക്കോട്ടൊക്കെ ഇറങ്ങിക്കോ, വേഗം പേരെഴുതുക, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു കബൂലാക്കട്ടെ. വേഗം പേര് കൊണ്ടേട്ടാ. സ്ത്രീകളുടെ ഭാഗത്ത് നോക്കിയേ, അള്ളാഹ് ഇഷ്ടം പോലെ ഉണ്ടല്ലോ, ഇത് കണ്ടില്ലല്ലോ. എല്ലാവരും ഓരോ മോതിരം വെച്ച് കൊടുത്തോളി. അള്ളാഹു സ്വീകരിക്കട്ടെ, കബൂലാക്കുമാറാവട്ടെ. ഇപ്പൊ സ്വർണത്തിന് വിലക്കുറവാണല്ലോ, വില പറഞ്ഞില്ല. ഇവിടെ തൃശ്ശൂരാണ് നല്ല സ്വർണം കിട്ടുന്നതാണ്. ശരിയാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് ആലപ്പുഴയിൽ നിന്നും മറ്റു പല ഭാഗങ്ങളിലും ഒക്കെ സ്വർണം എടുക്കാൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിലേക്കാണ്. ശരിയാണോ? അങ്ങനെയുണ്ടോ? കാര്യമായിട്ട് ചോദിക്കാം, അറിയാൻ ചോദിക്കാം. ആണോ? അപ്പൊ നല്ല സ്വർണം ഉണ്ടാവും, അപ്പൊ എന്തായാലും കൊടുക്കണം. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഉണ്ട്, ഈ സദസ്സിലുണ്ട് കേട്ടോ, സ്വർണം കൊടുക്കുന്ന ഉമ്മമാരൊക്കെ ഉണ്ട്. അവരെ എത്ര വില കൂടിയാലും അവർ കൊടുക്കും. കാരണം സ്വർഗം കരഗതമാക്കണ്ടേ. നല്ല നിയ്യത്ത് വെച്ച് കൊടുക്കുന്നവരുണ്ട്. ഇൻഷാ അല്ലാഹ്. എന്താണ് അയാളുടെ പേര് ഇന്ന് കിട്ടുക? സുബൈക്ക് മുമ്പ് കിട്ടിയാൽ മതി. അയാളുടെ പേര് കിട്ടുക, പറഞ്ഞ ആളില് ടൈ ഊരി വാങ്ങണം. ഇതിൻ്റെയൊക്കെ ഇളയത്ത് ഫഹദ്, മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്. ജീവിതത്തിൽ സന്തോഷവും ബറക്കത്തും നീ ഏറ്റി നൽകണേ അല്ലാഹ്. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, ദുരന്തങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട്, കാലവിപത്തുകളെ തൊട്ട് കാവൽ നൽകണേ അല്ലാഹ്.
ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന സദഖയായി ഫഹദെന്ന സഹോദരന്റെ സദഖയെ കബൂലാക്കണേ അല്ലാഹ്. ഏതെല്ലാം നിയ്യത്ത് മനസ്സിലുണ്ടോ സാധൂകരിച്ചു കൊടുക്കണേ റബ്ബേ. എന്തെല്ലാം സങ്കടങ്ങൾ മനസ്സിലുണ്ടോ ഈ സദസ്സിന്റെ ബറക്കത്തുകൊണ്ട്, ഇവിടെ അടങ്ങിയിരിക്കുന്ന മഹാനുഭാവന്റെ ബറക്കത്തുകൊണ്ട് സങ്കടങ്ങൾ നീക്കി കൊടുക്കണേ അല്ലാഹ്. വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ. ആരടുത്തത് ഇൻഷാ അല്ലാഹ് നല്ല നിയ്യത്തിൽ ഞാൻ കൊടുക്കാമെന്ന് പറയുന്ന സഹോദരൻ അടുത്താരാണ് ഉണ്ട് ഈ സദസ്സിലുണ്ട്. ഇഖ്ലാസോടുകൂടി അല്ലാഹു നൽകിയിരിക്കുന്ന സമ്പാദ്യത്തിൽ നിന്ന് ദീനിന് വേണ്ടി കൊടുക്കുന്ന ഏതൊരു സഹോദരൻ അല്ലാഹു സ്വീകരിക്കട്ടെ. ആരണ്ടേഴ്സ് ഒന്ന് നടുക്കൂടെ ഒന്ന് പോകണം കേട്ടോ. ഇങ്ങനെ നടുക്കൂടെ അങ്ങനെ പോവാ. അല്ലാഹു സ്വീകരിക്കട്ടെ. സ്ത്രീകളുടെ ഭാഗത്ത് നോക്കണം. 10,000 രൂപ ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ പറയുന്ന ഏതൊരു മുഅ്മിനുണ്ട് അല്ലാഹു സ്വീകരിക്കട്ടെ. خلي خلة الخذلان خوف الخاتمة خالي خليلا خامل الوصف من الخلخال خال لا إله إلا الله. നീ ഒഴിവാക്കണേ ഖല്ലി എന്ന സഹോദര ഖുല്ലത്തൽ ഖിദ്ലാനി നിന്യന്മാരുമായിട്ടുള്ള സഹവാസം പരിപൂർണമായി ഒഴിവാക്കണേ. ഉലമാക്കൾ നമ്മളോട് രേഖപ്പെടുത്തുകയാണ്. എന്നിട്ടോ ഖാലിൽ ഖലീലൻ ഖാമിലൽ വസ്ഫി മിനൽ ഖൽഖാലി ഖാൽ എല്ലാ അശ്ലീലതയിൽ നിന്നും ഒഴിവായിട്ടുള്ളതായ സ്വാലിഹീങ്ങളുമായിട്ടുള്ള ബന്ധം നീ ദൃഢപ്പെടുത്തണേ. നിനക്ക് നാളെ ആഖിറം സന്തോഷകരമാകുന്നതിന് വേണ്ടി പരലോകത്തെ ഭയപ്പെട്ടുകൊണ്ട് മോശപ്പെട്ട കൂട്ടുകെട്ടുകൾ ഒഴിവാക്കി നല്ല കൂട്ടുകെട്ടുകളിലേക്ക് ബന്ധം സ്ഥാപിക്കണേ. നല്ലവരുമായി ചങ്ങാത്തം വെക്കണേ എന്ന് പറഞ്ഞാല് ഔലിയാക്കളുമായിട്ടുള്ള ബന്ധം, സ്വാലിഹീങ്ങളുമായിട്ടുള്ള ബന്ധം, അതാണ് ഒരു മോമിന് ആവശ്യം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എങ്കിൽ തീർച്ചയായും വിജയിക്കും. അല്ലാഹു നമ്മളെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു ഈ സദസ്സിൽ ഏതൊരു സഹോദരനാണോ രണ്ടാമതായി പറയുന്നത് 10,000 രൂപ ഏതൊരു സഹോദരനാണ് സഹോദരിയാണ് ജീവിതത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാഹ്. രോഗങ്ങൾ ശമനം കൊടുക്കണേ അല്ലാഹ്. ആയിരക്കണക്കിന് മോമിനീങ്ങൾ നിറകണ്ണുകളോടെ നിന്റെ ദർബാറിലേക്ക് പരിശുദ്ധമായ റജബ് മാസത്തിലാണ് ദുആ ചെയ്യുന്നത്. ഈ മാസങ്ങളിലൊക്കെ ഉള്ളതാകുന്ന ദിവസങ്ങൾ പകലിനേക്കാൾ ശ്രേഷ്ഠതയാണ് രാത്രിക്കുള്ളത്. ഉത്തരം കിട്ടുന്ന രാവുകളാണ്. പരിപൂർണമായി സദസ്സിന്റെ പ്രാർത്ഥന സ്വീകരിക്കണേ അല്ലാഹ്. വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാഹ്. പേര് പറഞ്ഞേ അമ്മനത്ത് ഷൗക്കത്ത്, അതുപോലെ കുന്നത്ത് പീടികയിൽ യാക്കൂബ്, രണ്ടുപേരും കൂടി 15,000 രൂപ ഖുലൂത്ത് തക്ബീർ. അൽഹംദുലില്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ. അങ്ങനെ കൊടുക്കാമല്ലോ. കൂട്ടുകാരായാൽ കണ്ടോ ഇപ്പൊ നമ്മൾ പാടിയ ബൈത്തിനൊപ്പിച്ച് തന്നെ വന്നു. നല്ല രണ്ട് സൗഹൃദങ്ങളാണത്. അതുകൊണ്ടാണ് അവർ രണ്ടുപേരും ചേർന്നുകൊണ്ട് ഒരാൾ 7,500 മറ്റേ 7,500 അങ്ങനെ 15,000 രൂപ നിയ്യത്ത് ചെയ്തു. خالل خليلا خامل الوصف من الخلخال خال. അല്ലാഹുവേ ആ രണ്ട് സഹോദരങ്ങളെയും സ്വർഗത്തിലും നീ ഇതേപോലെ കൂട്ടുകാരാക്കി കബൂലാക്കണേ റബ്ബേ. കരുതക്കാടുള്ള മുഴുവൻ മുഅ്മിനീങ്ങളും നാളെ മഹ്ശറിൽ വന്ന് നിൽക്കുമ്പോ സ്വർഗത്തിലേക്ക് കൈപിടിച്ചുകൊണ്ട് കയറിപ്പോകുന്നത് കാണുമ്പോ എന്ത് കാരണത്താലാണ് നിങ്ങൾ ഇങ്ങനെ സ്വർഗത്തിലേക്ക് പാട്ടുപാടിക്കൊണ്ട് കയറിപ്പോകുന്നത്, സന്തോഷിച്ചുകൊണ്ട് കയറുന്നത് എന്ന് ചോദിക്കുമ്പോ ഞങ്ങൾ മഹാന്മാരെ സ്നേഹിച്ച കാരണത്താലാണ്, അന്നാ ഇൽമിന്റെ സദസ്സിൽ വെച്ചുകൊണ്ട് കൊടുത്ത സദഖയുടെ കാരണത്താലാണ് സ്വർഗത്തിന്റെ വാതിൽ ഞങ്ങളുടെ മുന്നിൽ അടയ്ക്കാതെ തുറക്കപ്പെട്ടത് എന്ന് പറയാൻ ആ രണ്ട് സഹോദരങ്ങൾക്ക് തൗഫീഖ് കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാഹ്. വറജുലാനി തഹബ്ബാ ഫില്ലാഹ് വജ്തമാ അലൈഹി വതഫറഖാ അലൈഹി. നാളെ അർശിന്റെ തണൽ കിട്ടുന്നതായ രണ്ട് ആളുകളെ പരിശുദ്ധ പ്രവാചകൻ പരിചയപ്പെടുത്തുന്നുണ്ട്. അത് രണ്ട് സഹോദരങ്ങളാണ്.
രണ്ട് ചെറുപ്പക്കാരാണ്, രണ്ടുപേരും വലിയ കൂട്ടുകെട്ടാണ്. സ്വർഗത്തിലേക്ക് അവർ കടക്കാനുള്ള കാരണം എന്തെന്നറിയുമോ? അള്ളാഹുവിന്റെ വിഷയത്തിൽ ഒരുമിക്കുകയും അള്ളാഹുവിന്റെ വിഷയത്തിൽ തന്നെ വേർപിരിയും ചെയ്തതിന്റെ കാരണത്താലാണ്. ആ രണ്ട് ചെറുപ്പക്കാർക്ക് അർശിന്റെ തണൽ ഉറപ്പാണ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അള്ളാഹു അവരെ രണ്ടുപേരെയും അതേപോലെ സ്വർഗത്തിൽ ഇണകളായി സന്തോഷത്തോടുകൂടി കൂട്ടുകാരായി മനോഹരമായ ജീവിതം നയിക്കുവാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. അവരുടെ കുടുംബത്തിൽ നീ ഖൈർ കൊടുക്കണേ അല്ലാഹ്. വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാഹ്. അല്ലാഹു സ്വർഗത്തിലെ കൂട്ടുകാരായി കബൂലാക്കുമാറാവട്ടെ. കാരത്തേരി ഷാജി, കാരേങ്ങൽ ഷാജി 10,000. അൽഹംദുലില്ലാ, അല്ലാഹു സ്വീകരിക്കട്ടെ. ഇനിയുണ്ട് ഈ സദസ്സിൽ നല്ല നിയ്യത്തിന് ഇൻഷാ അല്ലാഹ്. അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നോക്കണ്ട, അവൻ കൊടുത്താൽ ഞാൻ കൊടുക്കാം, അങ്ങനെയൊന്നും വേണ്ട. നമ്മൾ ആഖിറം കരഗതമാക്കാനുള്ളവരാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഷാജി എന്ന സഹോദരന് നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാഹ്. അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് ദുരന്തങ്ങളെ തൊട്ട് വിപത്തുകളെ തൊട്ട് കാല വിപത്തുകളെ തൊട്ട് കാവൽ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ആ സഹോദരന്റെ ജീവിതത്തിൽ ഖൈർ കൊടുക്കണേ അല്ലാഹ്. വിഷമങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാഹ്. സന്തോഷകരമാകുന്ന ജീവിതം സംജാതമാക്കണേ അല്ലാഹ്. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. ചീനിക്കപ്പറമ്പിൽ അബ്ദുറഹ്മാൻ എന്നവർ 10,000. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. ആമീൻ പറയിൻ. അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ. നമുക്ക് 10 കഴിയും 5 കഴിയും പറയുന്ന ആളുകൾ ഒന്നുകൂടി ഒന്ന് ചിന്തിക്കണം, എനിക്കൊരു 5 കൂടി കൊടുക്കാൻ പറ്റുമോ എന്ന്. കാരണം അതിന് വലിയൊരു മാറ്റം കൂടുതലാണ്. അല്ലാഹു സ്വീകരിക്കട്ടെ. കാരണം നിങ്ങൾ ഈ മഹല്ലത്തുകാരനാണ്. ഇവിടെ അടങ്ങിയിരിക്കുന്ന മഹാന്റെ പൊരുത്തവും മതതും ഏറ്റവും കൂടുതൽ ലഭിക്കേണ്ടത് നിങ്ങൾക്കാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ നാട്ടിൽ വന്ന് നമുക്ക് വന്ന് ഏറ്റവും വലിയ ആത്മീയ തിലകച്ചാർത്തായി അള്ളാഹുവിടെ അടക്കം ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഏറ്റവും കൂടുതൽ മതതും പൊരുത്തവും കിട്ടേണ്ടത് നിങ്ങൾക്കാണ്. അള്ളാഹു നിലനിർത്തുമാറാവട്ടെ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആ പുനരുദ്ധാരണം, ഇതൊക്കെ നമ്മുടെ ഒരു ആയുസ്സിൽ ഒരിക്കൽ നടക്കുന്ന പരിപാടിയാണ്. നിങ്ങളുടെ ആയുസ് ഒരിക്കലാണ് ഇത് നടക്കുക. ഇനി നിങ്ങളുടെ ജീവിതകാലത്ത് ഇതിന്റെ ഒരു പുനരുദ്ധാരണം ഇനി ഉണ്ടാവൂല ഈ മക്കാമിന് വേണ്ടി. അത് ഓർത്തോണം. അടുത്ത കൊല്ലം കൊടുക്കാന്ന് വിചാരിച്ച് നടക്കുമോ? ഇത് അതിനു മുമ്പ് നടന്നു പോകും. അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു തൗഫീഖാണ് ഈ പ്രാവശ്യം അതിലൊന്ന് ഭാഗവാക്കാകുക എന്നുള്ളത്. അതൊരു 10 രൂപ വെച്ച് കൊടുക്കാൻ പറ്റുന്ന മോമിനീങ്ങൾ ഈ സദസ്സിലുണ്ട്. നല്ല നിയത്തോട് കൊടുത്തോളി, നിങ്ങൾക്ക് ജീവിതത്തിൽ ഖൈറുണ്ടാവും. ഞാൻ അത്രേ പറയുള്ളൂ. ഞാൻ അതിന് കുറെ ആയത്തോ ദിവസമൊന്നും ഓതൂല. അത് നിങ്ങൾക്ക് ഗുണം കിട്ടും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അൽ മർഉ മഅ മൻ അഹബ്ബ ശഫീഉന റസൂലുള്ളാഹി. ആരെ ഇഷ്ടപ്പെട്ടോ അവരോടൊപ്പമായിരിക്കും നാളെ സ്വർഗ്ഗത്തിലെത്തുക ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി.